അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു പ്രവാസിയുടെ ഒരു കുറിപ്പ് കണ്ട്. അപ്പോൾ അദ്ദേഹം വീട്ടിലെന്തോ ഒരു അത്യാഹിതം സംഭവിച്ചതായിരിക്കാം. അയാളുടെ ബന്ധുക്കൾ, അമ്മാവനോ ആരോ ഒരു ടിക്കറ്റ് എടുത്ത് കയ്യിൽ കൊണ്ടുവന്ന് നീ പെട്ടെന്ന് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോന്നു. അപ്പോൾ എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് അദ്ദേഹത്തിന് ആരെങ്കിലും ബന്ധുക്കൾ മരണപ്പെട്ടതാവും എന്നൊക്കെ വിചാരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മരിച്ചത്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് ഏറെ നാളെ ഒന്നിച്ച് ജീവിക്കാതെ ഗൾഫിലേക്ക് പോയിട്ടുള്ള ആളാണ്. അങ്ങനെ മയ്യത്തെടുക്കാൻ സമയത്താണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ മുഖം ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഒന്ന് ചുംബിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടി ഒരുങ്ങിയപ്പോഴേക്കും എല്ലാവരും കൂടെ വന്നിട്ട് മയ്യത്തിൻ്റെ ഉളു മുറിഞ്ഞു പോകും, അതുകൊണ്ട് ചുംബിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയില്ല. ഏതായിരുന്നാലും മയ്യത്ത് ശുദ്ധിയോടുകൂടെ പോകട്ടെ എന്ന മനസ്സോടുകൂടെ അദ്ദേഹം മാറി നിന്നു. അങ്ങനെ അവസാനം ഖബറിലേക്ക് വെച്ചപ്പോഴും ആ ചുംബിക്കാനാവാത്തതിൻ്റെ ഒരു വേദന അദ്ദേഹത്തിൻ്റെ മനസ്സുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് എഴുത്തിൻ്റെ ചുരുക്കം. ധാരാളം സന്ദേശങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം എന്ന് പറയുന്നത്. ഒന്ന്, ഒരു പ്രവാസിയുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളാണ് നമ്മളിതിൽ കാണുന്ന ഒരു കാര്യം. വിവാഹം കഴിയുന്നത് നാം ഒന്നിച്ച് ജീവിക്കാനാണ്. അതുകൊണ്ട് വിവാഹിതനാണോ ഭാര്യയും ഭർത്താവും ഒരിടത്തുണ്ടായിരിക്കണം. ഏതോ പഴയ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടും കാരണം ഒരു നിവൃത്തിയുമില്ലാതിരിപ്പോൾ പെങ്ങളെ കെട്ടിക്കാനും കടം വീട്ടാനും പ്രവാസത്തിനൊരുങ്ങി പുറപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും നാളുകളിൽ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു പ്രവാസി പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പണമോ ഒന്നുമില്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ വരവ് വളരെ കുറവായിരുന്നു. വളരെ വാർദ്ധക്യത്തിൽ രോഗമായി നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഒന്നിച്ച് ജീവിക്കുക എന്നതല്ലാതെ വളരെ അപൂർവമായി മാത്രമാണ് സംഗമിക്കാറുണ്ടായിരുന്നത്. ആ ഒരു സമ്പ്രദായം ഇന്നും തുടരുന്നുവോ എന്നതാണ് സംശയം. പുതിയതായി വിവാഹം കഴിഞ്ഞ നമ്മുടെ മക്കളെ എന്തിനാണ് നമ്മൾ വേറിട്ട് താമസിപ്പിക്കുന്നത്? എന്തു കഷ്ടപ്പാടിനു വേണ്ടിയാണ് അവർ ഒരു ദാമ്പത്യം ഉപേക്ഷിച്ച് വേറിട്ടു കഴിയുന്നത്? ഗൾഫിൽ പോയി അവിടെ ഒന്നിച്ചു ജീവിക്കാനാവുമെങ്കിൽ അവർ ഗൾഫിൽ പോവട്ടെ, അതല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കട്ടെ. യുവത്വത്തിൻ്റെ നല്ല സമയങ്ങളിൽ ഒന്നിച്ച് ജീവിക്കാതിരിക്കുന്നത് കൊണ്ട് ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. അതിൻ്റെ വേദന യഥാർത്ഥത്തിൽ കാണുന്നുണ്ട്. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. നമ്മൾക്ക് മാത്രമേ പ്രവാസ ജീവിതം നയിക്കുന്ന നമ്മുടെ മക്കളെ, അത് മകളായാലും മകനായാലും, അവരെ ഒന്നിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയും. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ തയ്യാറാവണം. അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തൊരു കാര്യം, മരണ വീട്ടുകളിൽ മാത്രമല്ല, എവിടെ ചെന്നാലും യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ മതപരമായ ഫത്വകൾ പറഞ്ഞ് വിധി പറഞ്ഞ് ശബ്ദമുണ്ടാക്കുന്നത് പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ട്. ഒരു പക്ഷേ ഒരു മരണ വീട്ടിൽ നാം ചെന്ന് കഴിഞ്ഞാൽ ആദ്യാവസാനം വരെയുള്ള കർമ്മങ്ങൾ ഇത്തരം ചില വിവരമില്ലാത്തവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് എന്ന് കാണാൻ വലിയ ബുദ്ധിമുട്ടില്ല. എങ്ങനെയാണോ മതപരമായി പ്രവാചക ചര്യ അനുസരിച്ചത് നിർവഹിക്കേണ്ടത്, അതിന് നേർവിപരീതമായി നിർവഹിക്കാനാണ് അവർ അവിടെ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഒളുവിൽ നിന്നാണ് മയ്യത്ത് കുളിപ്പിക്കൽ ആരംഭിക്കേണ്ടത്. എന്നാൽ മയ്യത്തിൻ്റെ അവസാനത്തിലാണ് ഒളുവെടുക്കാറുള്ളത് സാധാരണ. എത്രമേൽ വൈരുദ്ധ്യമാണ് ഈ പ്രവർത്തനങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഭർത്താവിനെ കുളിപ്പിക്കാൻ ഭാര്യ തയ്യാറാണ്, ഭാര്യയെ കുളിപ്പിക്കാൻ ഭർത്താവ് തയ്യാറാണ്. പക്ഷേ ബന്ധുക്കൾക്കും ഇത്തരം വിവരമില്ലാത്ത മുഫ്തിമാർക്കും മാത്രം അതിന് അനുവാദമില്ലെന്ന് ചുരുക്കം. ഇവിടെ ഒരു ഭർത്താവ് ഭാര്യയെ ചുംബിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളുവെടുത്ത് പോകുമ്പോൾ ഭാര്യമാരെ ചുംബിച്ചിരുന്നു എന്ന് കാണാൻ പറ്റും.
രാത്രി നമസ്കരിക്കുന്ന സമയത്ത് സുജൂദിലേക്ക് പോകുമ്പോൾ ഭാര്യയുടെ കാല് കൈകൊണ്ട് എടുത്തു മാറ്റി സുജൂദിലേക്ക് പോയിരുന്നു എന്ന് കാണാൻ പറ്റും. മയ്യത്തിനെ ചുംബിക്കുക എന്നുള്ളത് നബി ഇസ്ലാസ്മിൽ നിന്ന് നമുക്ക് മാതൃകയുള്ള കാര്യങ്ങളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ 2 കണ്ണുകൾക്കിടയിലായി മരണപ്പെട്ട് കിടക്കുമ്പോൾ ചുംബിച്ചു എന്ന് കാണാൻ പറ്റും. അത് കഫം പുടവയിലായിക്കൊണ്ടാണ് തന്നെ എന്ന് അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ മദൂൻ റളിയല്ലാഹു അൻഹുവിനെ നബി ചുംബിച്ചു എന്നും ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇത്രമാത്രം വ്യക്തമായി കാര്യങ്ങൾ കിടക്കെ എന്തിനാണ് അവസാനത്തെ ഒരു ചുംബനത്തിന് അവസരം ആ ചെറുപ്പക്കാരനെ ഈ വിവരമില്ലാത്തവർ നിഷേധിച്ചത് എന്നത് നാം ഗൗരവപരമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ദീനിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വിവരമില്ലാത്തത് പറയാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു. രണ്ടാമത്തെ കാര്യം അതാണ്. ഒരുപക്ഷേ ഈ ഒരു സംഗതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിൽ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കണം. അവിടെ പ്രവാസ ജീവിതത്തിലേക്ക് പോയി തൻ്റെ ഭാര്യയുടെ ഫോൺ കോളുകൾ അയാളതിൽ ഓർത്തെടുക്കുന്നുണ്ട്. ഒന്നിച്ചു ചേരാനും ഒന്നിച്ച് ജീവിക്കുവാനും ഒന്നിച്ചല്ലാത്തതിൻ്റെ വേദനകളും നൊമ്പരങ്ങളും എത്രയാണ് അവൾ പങ്കുവെച്ചത് എന്ന് അയാൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരുപക്ഷെ നഷ്ടപ്പെട്ട അവസരങ്ങളെ തിരിച്ചെടുക്കാനാവില്ല എന്ന വലിയ സന്ദേശവും ഇതിലുണ്ട്. അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ശരിയായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.